അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDF പിന്തുണച്ചേക്കും. എന്നാൽ പരസ്യ പിന്തുണ തിരക്കിട്ട് വേണ്ടെന്നാണ് തീരുമാനം. CPM നീക്കം കൂടി നിരീക്ഷിച്ച ശേഷമാകും പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ജി സുധാകരനുമായി UDFിലെ പ്രമുഖ നേതാക്കൾ അനൗപചാരിക ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും VD സതീശനടക്കമുള്ള നേതാക്കൾ സുധാകരനുമായി ആശയവിനിമയം നടത്തിയിരുന്നു. UDF പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നാൽ സുധാകരന്റെ പിണറായി അനുകൂല പ്രസ്താവനയും സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കില്ലെന്ന നിലപാടും UDFിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. സുധാകരനോടുള്ള CPM നിലപാട് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് UDF തീരുമാനം. തുടർ സാഹചര്യങ്ങൾ സൂക്ഷ്മതയോടെ വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും പരസ്യ പിന്തുണ. തീരുമാനമാകും വരെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും തീരുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ വീക്ഷിക്കുന്നു. വളരെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും UDF ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ജി സുധാകരന്റെ ചുവടുമാറ്റം രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാനും UDF ആലോചിക്കുന്നുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ, CPMന്റെ അടിത്തറ കേരളത്തിൽ ഇളകിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ജി സുധാകരന്റെ ഇപ്പോഴത്തെ പുതിയ നിലപാടിൽ. 6 പതിറ്റാണ്ടുകാലം CPMനൊപ്പം നിന്ന സുധാകരനോട് പാർട്ടി ചെയ്തത് അനീതി എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ജി സുധാകരനിൽ കാണാൻ കഴിയുന്നതാണ്. ഏതായാലും അദ്ദേഹത്തോടെ പാർട്ടി ചെയ്തത് വലിയ കടുത്ത അനീതിയാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കണമെന്ന അഭിപ്രായവും UDFിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.